2015 സെപ്റ്റംബർ 2 തുർക്കിയിലെ ബോർഡറിൽ നിന്നൊരു ബോട്ട് പുറപ്പെട്ടു. ബോട്ടെന്ന് വിളിക്കാമെന്ന് ഉറപ്പില്ല. ഗ്യാസ് നിറച്ച് ഉപയോഗിക്കാവുന്ന ഒരു ചങ്ങാടമായിരുന്നു അത്. 4 കിലോമീറ്ററോളം അകലെയുള്ള ഗ്രീക്ക് ദ്വീപ് കോസ് ആയിരുന്നു ലക്ഷ്യസ്ഥാനം. അരമണിക്കൂർ സഞ്ചരിച്ചാൽ എത്താവുന്ന ലക്ഷ്യം. യാത്രയ്ക്ക് നിയമപരമായ അനുമതി ഇല്ലാതിരുന്നതിനാൽ പാതിരാത്രി പിന്നിട്ടപ്പോഴായിരുന്നു ബോട്ട് പുറപ്പെട്ടത്. 8 പേർക്ക് സഞ്ചരിക്കാവുന്ന ബോട്ടിൽ 16 പേർ. യാത്ര തുടങ്ങി 5-ാം മിനിറ്റിൽ ബോട്ട് മെഡിറ്ററേനിയൻ കടലിൽ മുങ്ങി. ജീവൻ രക്ഷാ ഉപകരണങ്ങളൊന്നും ബോട്ടിൽ ഉണ്ടായിരുന്നില്ല. യാത്രക്കാർ അണിഞ്ഞിരുന്ന ലൈഫ് ജാക്കറ്റുകളൊന്നും ഒറിജിനൽ ആയിരുന്നില്ല, അല്ലെങ്കിൽ അവിടെ ജീവൻ സംരക്ഷിക്കാൻ പോന്നവയായിരുന്നില്ല. പുലർച്ചെ 5 മണിയോടെ ബോട്ട് മറിഞ്ഞെന്ന വിവരം അറിഞ്ഞ തുർക്കി അധികൃതർ അന്വേഷണം ആരംഭിച്ചു. 6:30 ബോർഡറം തീരത്ത് ഒരു 2 വയസ്സുകാരൻ്റെ ചേതനേറ്റ ശരീരം വന്നിരുന്നു. പ്രദേശവാസികൾക്കൊപ്പം മെഹമ്മദ് സിപ്പൾക്ക് എന്ന പോലീസുകാരൻ അവിടേക്ക് ഓടിയെത്തി. ഏറെ പ്രതീക്ഷയോടെയാകണം തണുത്തു വിറച്ച കുഞ്ഞു ശരീരം അദ്ദേഹം വാരിയെടുത്തു. ജീവനറ്റ ശരീരം എന്ന തിരിച്ചറിവിൽ ഒരു വേള അദ്ദേഹത്തിൻ്റെ ഹൃദയമിടിപ്പ് നിലച്ചതുപോലെ തോന്നി. ഡോഗൻ ന്യൂസ് ഏജൻസിയിലെ ഫോട്ടോ ജേർണലിസ്റ്റായ നിലൂഫർ ഡെമിർ എന്ന 29-കാരിയുടെ ക്യാമറ തുടരെ മിന്നി. രാജ്യാന്തര മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലുമെല്ലാം ആ ചിത്രം നിറഞ്ഞു. കുടിയേറ്റക്കാരുടെ ശ്മശാനമായി മാറിയ മെഡിറ്ററേനിയൻ കടലിൽ പെട്ടുപോയ കുഞ്ഞു ജീവൻ. ലോകമനസാക്ഷിയെ പൊള്ളിച്ച ആ ഓമനമുഖം അലൻ കുർദിയുടേതായിരുന്നു. അലൻ്റെ മാതാവ് റെഹാനയുടെയും സഹോദരൻ 5 വയസ്സുകാരൻ ഗാലിബിൻ്റെയും ഉൾപ്പെടെ മൃതദേഹങ്ങളും പിന്നാലെ കണ്ടെത്തി. സിറിയയിലെ ആഭ്യന്തര യുദ്ധത്തിൽ വലഞ്ഞാണ് അലൻ്റെ കുടുംബം കൊബാനിയിൽ നിന്നും തുർക്കിയിൽ അഭയം തേടിയത്. 2015 കൊബാനിയിലേക്ക് മടങ്ങിയെങ്കിലും ഇസ്ലാമിക് സ്റ്റേറ്റ് ആക്രമണങ്ങളെ തുടർന്ന് തുർക്കിയിൽ തിരിച്ചെത്തി. ഇതിനിടെ അലൻ്റെ പിതാവ് അബ്ദുള്ള കുർദി വാൻകൂവറിലുള്ള ബന്ധുക്കൾ മുഖേന കാനഡയിൽ രാഷ്ട്രീയ അഭയം തേടാൻ ശ്രമിച്ചെങ്കിലും തുർക്കി അധികൃതർ എക്സിറ്റ് വിസ നൽകാത്തതിനാൽ നടന്നില്ല. അങ്ങനെയാണ് അബ്ദുള്ള രണ്ടും കൽപ്പിച്ച് കുടുംബത്തെ കോസിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചത്. വലിയ തുക നൽകി കുർദി കുടുംബം ബോട്ടിൽ ഇടം പിടിച്ചെങ്കിലും പ്രതീക്ഷയുടെ തീരമണയാൻ അവർക്ക് സാധിച്ചില്ല. മെയ് 9 ബംഗ്ലാദേശിലെ കോക്സ് ബസാറിൽ നിന്നും മ്യാൻമറിലെ റാഖനിൽ നിന്നുമായി 267 പേരുമായി പുറപ്പെട്ടൊരു ബോട്ട് കടലിൽ മുങ്ങി. 66 പേർ മാത്രമാണ് ജീവനോടെ ശേഷിച്ചത്. തൊട്ടടുത്ത ദിവസം 247 പേരുമായി പോയൊരു ബോട്ടും മറിഞ്ഞു. ജീവൻ തിരികെ കിട്ടിയത് 21 പേർക്ക്. മെയ് 14 188 പേരുള്ള ഒരു ബോട്ട് മ്യാൻമറിൽ നിന്ന് യാത്ര തുടങ്ങിയപ്പോൾ തന്നെ തടയപ്പെട്ടു. വംശീയഹത്യയും സായുധാക്രമണങ്ങളും ഭയന്ന് പിറന്ന മണ്ണ് വിട്ട് ഓടിപ്പോരേണ്ടി വരുന്ന മ്യാൻമറിലെ റോഹിംഗ്യൻ മുസ്ലിങ്ങളുടെ ദുരവസ്ഥയാണിത്. UN കണക്കുകൾ പ്രകാരം 2025 ഏപ്രിൽ 30 വരെ മ്യാൻമറിൽ നിന്ന് കുടിയിറക്കപ്പെടുകയും പൗരത്വം പോലുമില്ലാതെ ജീവിക്കുകയും ചെയ്യുന്ന റോഹിംഗ്യൻ അഭയാർത്ഥികളുടെ എണ്ണം 12,72,081 ഇവരിൽ 89% ബംഗ്ലാദേശിലും 8.8% പേർ മലേഷ്യയിലുമാണ് അഭയം തേടിയിരിക്കുന്നത്. ആഭ്യന്തര വംശീയ സംഘർഷങ്ങളും യുദ്ധങ്ങളും രാഷ്ട്രീയ സാമ്പത്തിക അരക്ഷിതാവസ്ഥയുമൊക്കെയാണ് അഭയാർത്ഥികളെ കൂട്ടുന്നത്. 1990 മുതൽ 2024 വരെയുള്ള കണക്കുകളിൽ അന്താരാഷ്ട്ര കുടിയേറ്റക്കാരുടെ എണ്ണം 30.4 കോടി എത്തിയെന്നാണ് അന്താരാഷ്ട്ര മൈഗ്രന്റ് സ്റ്റോക്ക് റിപ്പോർട്ട്. 1990 അത് 15.4 കോടിയായിരുന്നു. ഏറ്റവും കൂടുതൽ അഭയാർത്ഥികളെ സ്വീകരിച്ചിരിക്കുന്നത് യൂറോപ്പാണ്. 9.4 കോടി അഭയാർത്ഥികളാണ് യൂറോപ്പിലുള്ളത്. വടക്കേ അമേരിക്ക 6.1 കോടി, വടക്കേ ആഫ്രിക്ക, പശ്ചിമേഷ്യ 5.4 കോടി വീതം എന്നിങ്ങനെയാണ് പട്ടിക. പ്രാണരക്ഷാർത്ഥം പിറന്ന നാടും വീടുമൊക്കെ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നവരുടെ എണ്ണം കൂടുന്നതനുസരിച്ച് കുടിയേറ്റ പാതകളിൽ മരിച്ചു വീഴുന്നവരുടെ എണ്ണവും വർദ്ധിക്കുന്നുണ്ട്. UN കണക്ക് പ്രകാരം 2024 9,000-ഓളം പേരാണ് കുടിയേറ്റ പാതയിൽ മരിച്ചു വീണത്. 5 വർഷമായി ഭീതിപ്പെടുത്തുന്ന തരത്തിലാണ് മരണസംഖ്യ ഉയരുന്നത്. 2020 മുതൽ കുടിയേറ്റ പാതകളിലെ മരണനിരക്ക് ഇരട്ടിയിലധികമായിട്ടുണ്ടെന്നും UN വ്യക്തമാക്കുന്നു. ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മൈഗ്രേഷൻ 2024 8,938 കുടിയേറ്റ മരണങ്ങളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇത്തരത്തിലുള്ള പല മരണങ്ങളും രേഖപ്പെടുത്താതിരിക്കുകയോ റിപ്പോർട്ട് ചെയ്യപ്പെടാതിരിക്കുകയോ ചെയ്യുന്നതിനാൽ യഥാർത്ഥ മരണസംഖ്യ വളരെ കൂടുതലായിരിക്കുമെന്നും IOM പറയുന്നുണ്ട്. ഏഷ്യൻ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, 2,788 പേർ. തൊട്ടുപിന്നിൽ മെഡിറ്ററേനിയൻ കടലാണ്, 2,452 മരണം. ആഫ്രിക്ക 2,242 മരണം. അമേരിക്കൻ രാജ്യങ്ങൾ 123, യൂറോപ്പ് 233, കൊളംബിയയ്ക്കും പനാമയ്ക്കും ഇടയിലുള്ള ഡാരിയൻ ഗ്യാപ്പ് 174 എന്നിങ്ങനെയാണ് കണക്കുകൾ. ഏഷ്യയിൽ കുടിയേറ്റ പാതയിൽ മരിക്കുന്നവരിൽ ഏറെയും മ്യാൻമറിൽ നിന്ന് പലായനം ചെയ്യുന്ന റോഹിംഗ്യൻ മുസ്ലിങ്ങളും അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഓടിപ്പോകുന്നവരുമാണ്. റോഹിംഗ്യൻ കുടിയേറ്റക്കാർക്കിടയിലെ മരണം ഇരട്ടിയിലധികമായി വർദ്ധിച്ചു. 2023 436 ആയിരുന്നത് 2024 889 അഫ്ഗാൻ കുടിയേറ്റക്കാരിലെ മരണനിരക്കിൽ 39% വർധന. 2022 1517 അഫ്ഗാനികളെങ്കിലും കുടിയേറ്റ പാതകളിൽ മരിച്ചു വീണിട്ടുണ്ട്.
ഈ കണക്കുകളൊന്നും കൃത്യമല്ലെന്ന് UN-ഉം രാജ്യാന്തര മനുഷ്യാവകാശ സംഘടനകളും ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അധികൃതരുടെ കണ്ണ് വെട്ടിച്ചും അന്യായ മാർഗങ്ങളിലൂടെയുമാണ് പലരും രക്ഷപ്പെടുന്നത്. അതിനിടെ സംഭവിക്കുന്ന അപകടമോ മരണമോ ഒന്നും പുറം ലോകം തന്നെ അറിയുന്നുണ്ടായില്ല. കൊള്ളക്കാരാലോ ഭീകരരാലോ കൊല്ലപ്പെടുന്നവർ, തട്ടിക്കൊണ്ടുപോകപ്പെടുന്നവർ തുടങ്ങി പ്രതികൂല കാലാവസ്ഥയിൽ കടലിലോ മണ്ണിലോ അടിയുന്നവർ ഉൾപ്പെടെ എല്ലാത്തരം കണക്കുകൾക്കും പുറത്താണ്. ഈ മരണങ്ങൾക്കെല്ലാം ആരാണ് മറുപടി പറയുക?